ഫൈസാബാദിൽ സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ വിജയം ആയിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഫൈസാബാദിൽ സംഭവിച്ചത് എന്ത് എന്ന് ഞാൻ പറയുമ്പോഴേക്ക് അതിന് ഒരു ക്രെഡിറ്റ് ഇഷിത മിശ്രയുടെ ഒരു ആർട്ടിക്കിളിന്, അതായത് ഹിന്ദുവിൽ വന്ന ഒരു ലേഖനമാണത്. ജൂൺ 15 ഗ്രൗണ്ട് സീറോ, ഹിന്ദുവിലെ 7ാം പേജ് ഗ്രൗണ്ട് സീറോ, ജൂൺ 15 ദ ഹിന്ദു പേജ് 7 ഗ്രൗണ്ട് സീറോ. ആ ആർട്ടിക്കിള് ഇഷിത മിശ്ര എഴുതിയ ആർട്ടിക്കിളാണ്. ആർട്ടിക്കിളിന്റെ പേര് എ സാഫ്രൺ സൺസെറ്റ് ഇൻ എ ടെമ്പിൾ ടൗൺ. എ സാഫ്രൺ സൺസെറ്റ് ഇൻ എ ടെമ്പിൾ ടൗൺ എന്നാണ് അതിന്റെ പേര്. അപ്പം ആ ആർട്ടിക്കിളിന് കൊടുത്തിരിക്കുന്ന പേര്, അതായത് സാഫ്രൺ സൺസെറ്റ് എന്ന് പറയുമ്പോൾ കാവിയുടെ അന്ത്യം ഒരു ടെമ്പിൾ ടൗണിൽ. ഏതാണ് ടെമ്പിൾ ടൗൺ എന്ന് നമുക്കറിയാം. രാം ടെമ്പിൾ ഇരിക്കുന്നത് ഫൈസാബാദിലാണ്. അപ്പൊ അയോധ്യയിലാണ്, അയോധ്യ ഫൈസാബാദിലാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ആർട്ടിക്കിളിന് പേരിടാൻ കാരണം. അപ്പൊ എന്താണ് ഇഷിത മിശ്ര ആ ആർട്ടിക്കിളിലൂടെ പറയുന്നത് എന്ന് കൃത്യമായി ഒന്ന് ആ ആർട്ടിക്കിൾ എടുത്ത് വെബ്സൈറ്റിൽ, ദ ഹിന്ദുവിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ജൂൺ 15 ഈ ആർട്ടിക്കിളിന്റെ പേര് എ സാഫ്രൺ സൺസെറ്റ് ഇൻ എ ടെമ്പിൾ ടൗൺ എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒരു ഇപ്പൊ ഞാൻ കാണിച്ച ആ പിക്ചറും എല്ലാം കൂടി വരും. ആ ആർട്ടിക്കിൾ ഒന്ന് വായിക്കുക. ആർട്ടിക്കിൾ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഫൈസാബാദില് BJP പരാജയം ഏറ്റുവാങ്ങിയത് എന്ന്. അതായത് 2019-ലും 2014-ലും 2019-ലും ഫൈസാബാദിൽ നിന്ന് ജയിച്ച MP ആയ മഹാരഥനായിരുന്നു അവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ചതോ ഒരു ദളിതനെയാണ് അവിടെ അദ്ദേഹത്തിന് എതിരാളിയായിട്ട് നിർത്തിയത്. ആ ദളിതനാണ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും 2 പ്രാവശ്യം സ്ഥാനാർത്ഥിയായി ജയിച്ച MP ആയിരുന്ന BJP സ്ഥാനാർത്ഥി അമ്പയെ പരാജയപ്പെടുകയുമാണ് ചെയ്തത്. അപ്പൊ ഇഷിത മിശ്ര ഒരുപാട് കഥകൾ, അതായത് ഇഷിത മിശ്രയുടെ ലേഖനം എന്നെ സ്വാധീനിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്ന, അതായത് ഒരു വലിയ ഗവേഷകയുടെ ചാതുരിയോട് കൂടിയാണ് ഒത്തിരി കാര്യങ്ങൾ ഇഴ ചേർത്ത് ഈ ലേഖനത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ കണ്ണീര് പൊടിയും. അത്ര സങ്കടകരമായ കാര്യങ്ങളാണ് ആ ടെമ്പിൾ ടൗണിലും അതിനോടനുബന്ധ പ്രദേശങ്ങളിലും സംഭവിച്ചതായിട്ട് കാര്യകാരണ സഹിതം, അതായത് റിയൽ എക്സാമ്പിൾസോട് കൂടി, വെറുതെ ഉദാഹരണങ്ങളല്ല, യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച അനുഭവ സാക്ഷ്യത്തോടു കൂടിയാണ് അവരത് വിശദീകരിക്കുന്നത്. ഇഷിത മിശ്രയ്ക്ക് ആരെങ്കിലും ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പൊ ഇഷിത മിശ്ര എന്താണ് പറയുന്നത്? അവിടെ ഫൈസാബാദില് BJPയെ തോൽപ്പിച്ചത് നാനാജാതി മതസ്ഥരാണ്. എങ്ങനെ നാനാജാതി മതസ്ഥർ BJPക്ക് എതിരായി? ആ നാനാജാതി മതസ്ഥർ BJPക്ക് എതിരായതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇഷിത മിശ്ര തരുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ രാം ടെമ്പിളിനോട് അടുത്ത് തന്നെ ഒരു ഹനുമാൻ മന്ദിർ ഉണ്ടായിരുന്നു. ആ ഹനുമാൻ മന്ദിറിനോട് ചേർന്ന് ഒരു സെൽഫി പോയിന്റ് ഉണ്ടാക്കാനായിട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു കുടുംബം അവരുടെ വീട് ഉണ്ടായിരുന്ന ഒരു കട, ആ കടയിലാണ് ആ കുടുംബത്തിന്റെ നാഥൻ കട നടത്തി കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. പിന്നെ മറ്റു കുടുംബാംഗങ്ങൾ, അങ്ങനെയുള്ള ഒരു കൊച്ചു സാമാന്യം നല്ല രീതിയിൽ പോകുന്ന കുടുംബം. നിങ്ങൾ കാണുന്ന ഞാൻ കാണിച്ച പത്രത്തില് ആ ഗ്രൗണ്ട് സീറോ എന്ന ആ ആർട്ടിക്കിളിൽ കാണുന്നത് അയാളുടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോ ആ വീട് ഗവൺമെന്റ് ഹനുമാൻ മന്ദിറിനോട് ചേർന്നാണ് ആ വീടും കടയും ഒക്കെയും കൂടി ഉണ്ടായിരുന്നത്. അത് ഏറ്റെടുത്തു കഴിഞ്ഞ് ആർക്ക് 1,95,000 രൂപയാണ് റീഹാബിലിറ്റേഷന് വേണ്ടി പകരം കൊടുക്കുന്നത്. ഈ 1,95,000 രൂപ കൊണ്ട് നമുക്കറിയാം ഇത്ര വിലക്കയറ്റമുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ വീടിന് പകരം വസ്തു വാങ്ങി ഒരു വീട്, ഒരു കട
ഇതൊക്കെയും കൂടി തട്ടിക്കൂട്ടുന്നത്. അതിനൊന്നിനും തികയില്ല, ഒരിടത്തും എത്തുകയില്ല. ഈ ഷോക്കില് ആ കുടുംബനാഥൻ മരിക്കുന്നു. സോണാൽ ഗുപ്ത എന്നാണ് ഈ ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ സോണാൽ ഗുപ്ത വ്യാജ നെയ്മാണ്, യഥാർത്ഥ നെയ്ം വേറെയാണെന്ന് ഇഷിത മിശ്ര പറയുന്നുണ്ട്. അപ്പൊ സോണാൽ ഗുപ്തയുടെ കുടുംബം, ആ കുടുംബത്തിന്റെ വസ്തുവാണ് സെൽഫി പോയിന്റിന് വേണ്ടി ഏറ്റെടുക്കുന്നത്. എന്നിട്ട് അവർക്ക് 1,95,000 രൂപ കൊടുക്കുന്നു. ആ രൂപ കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി ആ ഷോക്കില് സോണാൽ ഗുപ്തയുടെ അച്ഛൻ മരിക്കുന്നു. അങ്ങനെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അമ്മ ഭ്രാന്തിയെ പോലെ രോഗിയായി മാറുന്നു. അങ്ങനെ ആകെപ്പാടെ നാമാവശേഷമായി തീർന്ന ഒരു കുടുംബം. അതായത് നമ്മൾ ആ പത്രം നോക്കിയാൽ അതിനകത്ത് പൊളിഞ്ഞു കിടക്കുന്ന നാമാവശേഷമായ ഒരു വീടിന്റെ രീതി, അതുപോലെ ആ വീട്ടിലെ അംഗങ്ങളും നാമാവശേഷമായതുപോലെ ആയിത്തീരുന്നു. അതുപോലെയുള്ള നിരവധി കുടുംബങ്ങളാണ് രാം ടെമ്പിളിന് വേണ്ടിയും മറ്റതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഇരയാക്കപ്പെട്ടത്. ശ്രീരാമൻ ഈശ്വരനാണെങ്കിൽ ഒരിക്കലും അത് ക്ഷമിക്കില്ല എന്നതിൻ്റെ തെളിവാണ് BJPയെ അടിച്ചു പുറത്താക്കിയത്. കാരണം ഈശ്വരൻ എന്തിനാണ് നിലകൊള്ളുന്നത്? നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അത് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പലാണ് അവിടെ നീതി എന്ന് പറയുന്നത്. എന്താണ് ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് വെച്ചാൽ? വികസനം എന്ന് വെച്ചാൽ താഴെ തട്ടിലുള്ള, ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് നീതി ലഭ്യമാവുക, അവരുടെ ഇൻകം ലെവൽ ഉയരുക, അങ്ങനെ അവരെ ഉയർത്തി കൊണ്ടുവരിക, ഉയർന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് അവരെ എത്തിക്കുക, അവർക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെ നല്ല, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഉയർന്ന നിലവാരത്തിൽ ലഭ്യമാക്കുക. ഇതിനൊക്കെ പ്രതിജ്ഞാബദ്ധമായിരിക്കണം ഒരു ഗവൺമെന്റ്. അങ്ങനെയുള്ള ഗവൺമെന്റ് ആണ് സെൽഫി പോയിന്റ്, പിന്നെ അതുപോലെ തന്നെ അമ്പലം, അല്ലെങ്കിൽ എന്തുമാകട്ടെ, പള്ളി, വാട്ട് എവർ ഇറ്റ് ബി, എന്ത് തന്നെയാണെങ്കിലും അതായത് സംരക്ഷിക്കപ്പെടേണ്ട, വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനതയെ തള്ളി നീക്കിക്കൊണ്ട് അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ആശയങ്ങൾ എത്ര അന്ധമായ ആശയങ്ങളാണെങ്കിലും, എത്ര വിരൂപമായ വൈകൃതമായ ആശയങ്ങളാണെങ്കിലും അവയെ പരിപാലിച്ചുകൊണ്ട് ഇതാണ് വലുത് എന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റിപ്പറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് പാവപ്പെട്ടവരുടെ രോഷം ആളിക്കത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്റെ ഭരണം എത്തിച്ചേർത്തതും. ഈ 2024 ഇലക്ഷനിൽ ഫൈസാബാദിൽ അങ്ങനെ തോറ്റതും ഫൈസാബാദിൽ മാത്രമല്ല തോറ്റത്, നമുക്കറിയാം വാരണസിയിൽ എന്താ സംഭവിച്ചത്. വാരണസിയിലെ ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾ ഒരു എതിർ കാൻഡിഡേറ്റിന്റെ പുറകിലായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം തന്നെ ആകെ നഷ്ടപ്രജ്ഞനാകുന്ന ഒരവസ്ഥയിൽ നിന്നാണ് പിന്നെ കരകയറി വന്നത്. ആ കരകയറിൽ പോലും VVPAT സാന്നിധ്യമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. VVPAT തിരിമറി നടത്താൻ ഒക്കില്ല, പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ തിരിമറി നടത്താൻ വളരെ സുസാധ്യമാണെന്ന് വലിയ എന്താ പറയുക, വിദഗ്ധര്, കമ്പ്യൂട്ടർ വൈദഗ്ധ്യമുള്ളവര്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും വൈദഗ്ധ്യമുള്ളവരൊക്കെ പണ്ട് മുതൽ, വളരെ നാള് മുതൽ, VVPAT വന്ന സമയം മുതൽ പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് VVPAT വെച്ചല്ല അമേരിക്കയിലെ 2016 ഇലക്ഷൻ നടത്തിയത്. മറ്റു രാജ്യങ്ങളിൽ ഒന്നും VVPAT വെച്ചല്ല ഇലക്ഷൻ നടത്തിയത്. അവരൊക്കെ നമ്മുടെ പഴയ രീതിയിലുള്ള ബാലറ്റ് സമ്പ്രദായം വെച്ചാണ് ഇലക്ഷൻ നടത്തിയത്. അപ്പൊ അങ്ങനെ രാമൻ BJPയെ തോൽപ്പിച്ച് ദൈവനീതി നടപ്പാക്കി ഫൈസാബാദിൽ ഇന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മൂന്നാം മോദി ഗവൺമെന്റ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? അതായത് സാധാരണക്കാർക്ക് നീതി നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കണം മൂന്നാം മോദി ഗവൺമെന്റ്. അത് മാത്രവുമല്ല, എവിടെയൊക്കെ ആരൊക്കെ കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ടോ, നമുക്കറിയാം വിഴിഞ്ഞം തീരദേശവാസികൾ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ ഇപ്പോഴും കണ്ണീരിലാണ്. ഇതുപോലെ ഈ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് ആദിവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്,
അദാനിയുടെ പല എന്താ പറയുക കോൾ മൈനിങ് സെന്റേഴ്സിന് വേണ്ടിയും പിന്നെ ആദിവാസികൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അദാനി പോർട്ടുകൾക്ക് വേണ്ടി ഫിഷർ ഫോക്ക് മത്സ്യബന്ധനക്കാർ കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഹനുമാൻ മന്ദിർ ആകട്ടെ, രാം ടെമ്പിൾ ആകട്ടെ, ഏതുമാകട്ടെ, കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് ജീവിത അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് എന്തിനു വേണ്ടി കുടിയൊഴിപ്പിക്കുന്നുവോ ആ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് തന്നെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ 101% കൊടുത്തിരിക്കണം. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർക്ക് തൃപ്തികരമായ രീതിയിൽ റീഹാബിലിറ്റേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഈ വികസന പ്രക്രിയയുമായിട്ട് മുൻപോട്ട് പോകാവൂ എന്ന ഒരു പാഠം ഈ ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റും പഠിക്കണം, അത് അനുവർത്തിക്കുകയും ചെയ്യണം. അതല്ലാത്ത പക്ഷം അധികം താമസിയാതെ തന്നെ മറ്റു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാകുമെന്ന് നാം ഓർത്തിരിക്കുന്നത് നല്ലത്.